ഒമാനിലെ മറ്റൊരു പ്രഭാതം. ഒമാനിലെ മരുഭൂമിയുടെ നടുവിൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പള്ളികളിൽ ഒന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 20,000 പേർക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാവുന്ന, ലക്ഷക്കണക്കിന് ക്രിസ്റ്റലുകൾ കൊണ്ട് അലങ്കരിച്ച ഭീമൻ ചാണ്ടലേറും ലോകപ്രശസ്തമായ കൈത്തറി കാർപ്പറ്റും ഉള്ള ഈ അത്ഭുത നിർമ്മിതിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. മസ്കറ്റിലെ സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്ക്. ഈ പള്ളിയുടെ ഓരോ തൂണും, ഓരോ ഡിസൈനും, ഓരോ കൊത്തുപണിയും ഒരു കഥ പറയുന്നു. വരൂ, ഒമാൻ്റെ അഭിമാനമായ ഈ അത്ഭുത സൃഷ്ടിയിലേക്ക് നമുക്ക് കിടക്കാം. നല്ല രണ്ടാമത്തെ ദിവസം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ ഇന്നലെ രാത്രി വന്ന റെസ്റ്റോറൻറ്റ് വന്നിട്ടുള്ളത് മലബാർ ഡേയ്സ്. മലബാർ ഡേയ്സ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ജ്യൂസ് വേൾഡ് ഉണ്ട്. അതായത് അവിടെ ഇട്ടാക്കി ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത്, അവിടെ ഇവിടത്തേക്ക് മാറ്റി തന്നെ മലബാർ ഡേയ്സ് അല്ലേ സവാദ്? നല്ല ആംബിയൻസ് ഇല്ലേ അല്ലേ? ടൈമിലെ ചായ രക്ഷയിട്ടാണ്, സൂപ്പർ ചായയാണ്. ആ പറയൂ, അവിടെ പാർക്ക് ഉണ്ടോ? ആ, ഫുഡ് കഴിച്ചിട്ട് കഴിക്കാം. ഫുഡ് സൂപ്പർ ചായ. സമ്മാൻ ഇപ്പോൾ അമ്മ ഒമാൻ ഗ്രാൻഡ് മോസ്കിൽ വന്നിട്ടല്ലേ. ഗ്രാൻഡ് മോസ്ക് ഒന്ന് കാണേണ്ട സംഭവം തന്നെയാണ് പറയുന്നത്. ഒന്ന് പോയി കണ്ടുനോക്കാം. എൻട്രൻസ് എവിടെ ആമോ? വണ്ടിയെല്ലാം ഇവിടെ പാർക്ക് ചെയ്ത് ഇനി ഗ്രാൻഡ് മോസ്കിലേക്ക് പോവാം. പാർക്കിങ്ങിൽ ഫുള്ള് പച്ചപ്പാണ് കേട്ടോ, നല്ല തണലും പച്ചപ്പെല്ലാം ആയിട്ട്. പക്ഷെ ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ് കേട്ടോ ഇപ്പോൾ. എന്താണെന്നറിയില്ല, ഇവിടെ ഉള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഈ വർഷം ഭയങ്കര ചൂടാണെന്നാണ് പറഞ്ഞത്. ഒമാനിലെ ഏറ്റവും വലിയ പള്ളിയാണ് കേട്ടോ ഇത് നിലവിലുള്ളതിൽ. ഒമാന്റെ മുൻ ഭരണാധികാരിയായ സുൽത്താൻ കാബൂസ് ബിൻ സയ്യിദ് ഒമാൻ ജനതക്കായി സമ്മാനമായി നിർമ്മിച്ചതാണിത്. ഗ്രാൻഡ് മോസ്കിലേക്ക് നടന്ന് പോവാണ്. അബുദാബി ഗ്രാൻഡ് മോസ്കിന് ശേഷം നമ്മളിപ്പോൾ ഒമാൻ ഗ്രാൻഡ് മോസ്ക്. 1994 നിർമ്മാണം. അത് ആരംഭിച്ചിട്ട് പിന്നെ 2001 പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത്. ഒരേ സമയം ഏകദേശം 20,000 പേർക്ക് ഇവിടെ നമസ്കരിക്കാനാകും. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഇവിടെ 5 മിനാരങ്ങളാണുള്ളത്. ഈ 5 മിനാരങ്ങൾ ഇസ്ലാമിൻ്റെ 5 തൂണുകളെ പ്രതിനിധീകരിക്കുന്നതായി കരുതപ്പെടുന്നു. പ്രധാന മിനാരത്തിൻ്റെ ഉയരം ഏകദേശം 90 മീറ്ററിലാണ്. വിശാലമായ ഉള്ളൂരിൻ്റെ സ്ഥലമുണ്ട് ഇവിടെ. ഇവിടെ എന്താ പരിപാടി? വെള്ളം കുടിക്കുക. ആ, എന്താ ഇഷ്ടമായ പുതിയ ഡ്രസ്സുകളാ? നമുക്ക് അങ്ങോട്ട് ആക്കിയാലോ? ഇത് പൊള്ളിയല്ലേ, അതിന്റെ മുകളിൽ പ്രാവൽ കൂടി കൂട്ടിട്ട് നോക്കി എന്താ അങ്ങോട്ടോട്ട്.
പേർഷ്യൻ, മൊറോക്കൻ, ഒട്ടോമൻ, ഒമാനി, ഇസ്ലാമിക് ശൈലികളുടെ ഒരു ബ്ലെൻഡ് തന്നെയാണ് ഈ പള്ളിയുടെ രൂപകൽപ്പന. ചെരുപ്പ് ഇനി അകത്തുള്ള വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ, ഇവിടെ ഉള്ളത് ഏറ്റവും വലിയ ചാൻഡലിയറാണ്. ഏകദേശം 14 മീറ്റർ ഉയരമുള്ള ഭീമൻ ക്രിസ്റ്റൽ ചാൻഡലിയർ. 6 ലക്ഷത്തിലധികം ക്രിസ്റ്റലുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല ലോകപ്രശസ്തമായ കാർപ്പറ്റും ഇവിടെയുണ്ട്. കാർപ്പറ്റിൻ്റെ കാര്യമാണെങ്കിൽ പറയേ വേണ്ട. പ്രധാന പ്രാർത്ഥനാ ഹാളിൽ ഒറ്റ തുണി കൈത്തറി കാർപ്പറ്റ് ലോകത്തിലെ ഏറ്റവും വലിയവിൽ ഒന്നാണ്. 6 ലക്ഷത്തിലധികം നെയ്ത്തുകാരാണ് 4 വർഷം ചെലവഴിച്ചാണ് ഈ കാർപ്പറ്റ് നിർമ്മിച്ചത്. എന്ത് വലിപ്പം തൂണ്, എത്രയേ ഉള്ളൂ നമ്മളെ കൈ, എത്ര വലിയ തൂണോ. എൻ്റെ ഡോറ് ഗ്രാൻഡ് മോസ്ക് എങ്ങനെയുണ്ട്? ഗ്രാൻഡ് മോസ്ക് പുറത്ത് ഉള്ളിൽ കയറിയില്ല. ഗ്രാൻഡ് മോസ്കിനെ കുറിച്ച് അഭിപ്രായം? ലോകമെമ്പാടുമുള്ള പള്ളികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്ക് നൽകുന്നത്. വിശ്വാസവും കലയും വാസ്തുവിദ്യയും ഒരുമിച്ച് ചേർന്ന ഈ അത്ഭുതം ഒമാനിലെത്തുന്നവർ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത സ്ഥലമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാർജിലുണ്ട് ഇങ്ങനെ ഫ്ലാഗ് അല്ലേ, റോളെത്തുന്നതിന് മുമ്പ്. ശേഷം അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ ഒമാനിലെ മറ്റൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. അടുത്ത വീഡിയോയിൽ കൂടുതൽ നമുക്കതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ബൈ ഫ്രം NMC വ്യൂ ഫൈൻഡർ ഒമാനിൽ നിന്നും. ദിസ് ഈസ് നൗഫൽ.